മക്കളെ എന്തൊക്കെ ഉണ്ടോ? സുഖമല്ലേ? നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒക്കെ നന്നായിട്ട് പോകുന്നു പ്രതീക്ഷിക്കുന്നു. 2026 വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട PSC നോട്ടിഫിക്കേഷൻ ആണ് LDC നോട്ടിഫിക്കേഷൻ. പാവപ്പെട്ടവരുടെ IAS എന്നറിയപ്പെടുന്ന ഏതാണ്ട് 7000-ലധികം നിയമനങ്ങൾ നടക്കാൻ പോകുന്ന, ഏറ്റവും അധികം നിയമനങ്ങൾ നടക്കുന്ന കേരള PSC നടത്തുന്ന എക്സാം LDC നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. ഇനി നിങ്ങൾ അങ്ങോട്ട് പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ ഉറപ്പായിട്ടും LDCക്കാണ് നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ജോലി ഉറപ്പ് തരുന്ന ഒരു നോട്ടിഫിക്കേഷൻ. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരാനായിട്ട് ഇനി നമ്മുടെ മുമ്പിൽ ഒരു 5 മാസങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ്. നമുക്ക് ആദ്യമേ പഠിച്ചു തുടങ്ങണ്ടേ, ഉറപ്പിക്കണ്ടേ. റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ അവിടെ ആദ്യത്തെ 50 പേരുകളിൽ ഒരാൾ നമ്മുടേതായിരിക്കണം. ഓക്കെ, അപ്പൊ അതിനായിട്ട് നമ്മൾ സൂപ്പർ നോട്ട്സ് ഒരു ഗോൾഡ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കാണ്. LDCയുടെ ഗോൾഡ് ബാച്ച്, വൈഷ്ണവ് സാറിന്റെ ഗോൾഡ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ബാച്ചിന്റെ പ്രത്യേകത? ഈ ഗോൾഡ് ബാച്ചിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അത് ക്ലിയർ ചെയ്ത ഒരാളുടെ മെന്റർഷിപ്പോടുകൂടി തന്നെ പഠിക്കാമെന്നുള്ളതാണ്. ഒരാൾ കൃത്യമായി ഗൈഡ് ചെയ്യാൻ കൂടെ ഉണ്ടെങ്കിൽ, ഒരു പാത്ത് പറഞ്ഞു തരാനുണ്ടെങ്കിൽ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധം. ആ ആയുധമാണ് നമ്മുടെ വൈഷ്ണവ് സാറ്. നമ്മുടെ വൈഷ്ണവ് സാറിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു ബാച്ച് വരുന്നത്. നമുക്കറിയാം, സെക്രട്ടറി ടെസ്റ്റ് പരീക്ഷയിൽ ഏതാണ്ട് 20%, ആ റാങ്ക് ലിസ്റ്റിന്റെ 20% കോൺട്രിബ്യൂട്ട് ചെയ്ത് സൂപ്പർ നോട്ട്സ് ആണ്. വിശ്വസിക്കോ? യെസ്, അത്രയും പേര് ഈ സൂപ്പർ നോട്ട്സ് റാങ്ക് ലിസ്റ്റിൽ അല്ലെങ്കിൽ സെക്രട്ടറി ടെസ്റ്റിന്റെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടു. ദെൻ സിവിൽ പോലീസ് ഓഫീസറുടെ പരീക്ഷയ്ക്കാണെങ്കിൽ 2ാം റാങ്ക് ഉൾപ്പെടെ നിരവധി റാങ്കുകൾ വന്നു. നമ്മുടെ ആദ്യത്തെ റാങ്ക് ലിസ്റ്റ് ആയിട്ടുള്ള RRB JEE പരീക്ഷയിൽ ഏതാണ് 55 റാങ്കാണ്. അതായത് നിങ്ങളിപ്പോ സൂപ്പർ നോട്ട്സിന്റെ ചാനൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് നേരെ പോസ്റ്റുകൾ പോവുക. ആ പോസ്റ്റ് എന്നൊരു സെഗ്മെന്റ് കാണാൻ കഴിഞ്ഞ ഈ സെക്രട്ടറി ടെസ്റ്റിന്റെ റാങ്ക് ലിസ്റ്റ് വന്നത് മുതൽ, CPOയുടെ റാങ്ക് ലിസ്റ്റ് വന്നത് മുതൽ ഇതാ ഇങ്ങനെ മാലപ്പോലെ ഇങ്ങനെ കിടക്കുകയാണ്. നമ്മുടെ കുട്ടികളെ മൊത്തം അത്രമാത്രം റിസൾട്ട് ഇതാ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ നിങ്ങളും ആഗ്രഹിക്കുന്നില്ലടാ അതേപോലെ ഒരു ചാൻസ് നിങ്ങളും ആഗ്രഹിക്കുന്നില്ലേ? അതിനായിട്ട് നമ്മളിപ്പോ നമ്മുടെ LDCയുടെ ഗോൾഡ് ബാച്ച് നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്തൊക്കെയാണ്. ഈ ഒരു ഗോൾഡ് ബാച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു വൈഷ്ണവ് സാറിന്റെ നേതൃത്വത്തിലാണ്. വൈഷ്ണവ് സാർ LDC ഈ ലാസ്റ്റ് 503/2023 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിൽ വരുന്ന LDC റാങ്ക് ലിസ്റ്റിൽ അംഗമാണ്. സാറ് പഠിച്ച സ്ട്രാറ്റജി അത് വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് സാർ നേടിയത്. സാറിന്റെ ആദ്യത്തെ അറ്റംപ്റ്റ് ആണ്. സാർ 22ാമത്തെ വയസ്സിലാണ് 370 എത്രാമത്തെ റാങ്ക് വരുന്നത്? 376ാമത്തെ സംതിങ് റാങ്ക്. ഓക്കെ, അപ്പൊ ആ റാങ്കാണ് സാർ അടിച്ചെടുത്തേക്കുന്നത്. അപ്പോ 6 മാസം കൊണ്ട് സാർ അത് നേടിയെടുത്തു. സാറിന്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ നേടിയെടുത്തു. മാത്രമല്ല 22ാമത്തെ വയസ്സിലാണ് സാർ ആ ഒരു റാങ്ക് ലിസ്റ്റ് നേടിയെടുത്തത്, ആ ഒരു റാങ്ക് നേടിയെടുത്തത്. അപ്പൊ സാറിന്റെ ഗൈഡൻസ് ഉറപ്പായിട്ടും ഇതിനകത്തുണ്ട്. അപ്പൊ സൂപ്പർ നോട്ട്സിന്റെ ഗോൾഡ് ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനകത്ത് മെന്റർ ആയിട്ട് വരുന്ന പ്രധാനപ്പെട്ട ആൾക്കാരാണ് ഗോൾഡ് ബാച്ചിന്റെ മെന്റർ ആയിട്ട് വരുന്നത്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഡിഗ്രി ലെവൽ മൊത്തം നോക്കുകയാണെങ്കിൽ എന്റെ ഒരു ഗോൾഡ് ബാച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒറ്റ ഗോൾഡ് ബാച്ച് മാത്രം. അതേപോലെ ഫോഴ്സ് പരീക്ഷകൾ നോക്കുകയാണെങ്കിൽ ജോബിൻ സാറിന്റെ ഒരു ഗോൾഡ് ബാച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതേപോലെ LDCയുടെ വൈഷ്ണവ് സാറിന്റെ ഗോൾഡ് ബാച്ച്, അതിനകത്ത് ഓരോ ആഴ്ചയും സെഷൻ എടുക്കുന്നത്, അതായത് ഓരോ ആഴ്ചയും മെന്റർഷിപ്പ് സെഷൻ എടുക്കുന്നത് വൈഷ്ണവ് സാർ തന്നെയാണ് എടുക്കുന്നത്. അല്ലാതെ നമ്മുടെ ഒരു ഗോൾഡ് ബാച്ചിൽ ഫസ്റ്റ് നമ്മൾ ഒരു ഓറിയന്റേഷൻ എടുത്തിട്ട് പോകുന്നല്ല, മറിച്ച് കൃത്യമായിട്ട് എല്ലാ ആഴ്ചയും അതാത് വ്യക്തി തന്നെ നിങ്ങളെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത്, അതായത് നിങ്ങളുടെ ഒരു പ്ലസ് മൈനസ് അതെല്ലാം കൃത്യമായിട്ട് നോക്കി കൊണ്ടുപോകുന്നത് സാറ് തന്നെ ആയിരിക്കും. അപ്പൊ അത്രയും പ്രിസൈസ് ആയിട്ടാണ് നമ്മൾ ആ ബാച്ചിന് നമ്മൾ ചാർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിലെ ഓരോ ഫാക്കൽറ്റീസിനെ ആയിട്ട് നമുക്കൊന്ന് നോക്കാം. ഇതിലെ ആദ്യം നമ്മുടെ ജോഗ്രഫിക്ക് നമുക്കറിയാം അമൽ സാറിനെ കഴിച്ചു വെച്ചാൽ ഒരാൾ പോലും, അല്ലെ അമൽ സാറിന്റെ മുകളിൽ ഒരാൾ പോലും ഇല്ല, നിന്നങ്ങ് പൊങ്ങാണ്. ഓക്കെ, തല പോയിരിക്കേണ്ട. ഓക്കെ, അപ്പം എക്കണോമിക്സിൽ ഏറ്റവും വലിയ ഫാക്കൽറ്റി, കേരളത്തിലെ ഏറ്റവും മികച്ച ഫാക്കൽറ്റി ഇതുണ്ട്. ഓക്കെ, എക്കണോമിക്സ് എടുക്കുന്ന ഞാനാണ്, ജോഗ്രഫി എടുക്കുന്ന അമൽ സാറാണ്. അതേപോലെ തന്നെ നമ്മുടെ വൈഷ്ണവ് സാർ ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അതിൽ 10 മാർക്കോളം കറണ്ട് അഫെയർ ഭാഗത്തു നിന്ന് നിർബന്ധമായിട്ടും ഈ എക്സാം 20 മാർക്കാണ് ടോട്ടൽ കറണ്ട് അഫയേഴ്സ് വരുന്നത്. അതിനകത്ത് 10 മാർക്കിന്റെ ക്ലാസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് വൈഷ്ണവ് സാർ, ബാക്കി 10 മാർക്ക് കാർത്തിക മിസ്സായിരിക്കും. അങ്ങനെ കറണ്ട് അഫയേഴ്സിന് സെറ്റ് ആയിട്ട് ഒരു ടീമാണ് നമുക്ക് അവിടെ ഉള്ളത്. ഓക്കെ, കറണ്ട് അഫെയർ സ്പോർട്സ് നമ്മുടെ വൈഷ്ണവ് സാർ തന്നെ നിങ്ങൾക്ക് എടുത്തുതരും. അതേപോലെ തന്നെ ബിജേഷ് സാറാണ് മാത്സ് എടുക്കുക. ബിജേഷ് സാർ മാത്രമല്ല ശരവൺ സാറും ബിജേഷ് സാറും ഒക്കെ മാത്സ് എടുക്കുന്നുണ്ട്. നമുക്കറിയാം കിട്ടില്ലൻ ക്ലാസ്സുകളാണ്, അടിപൊളി കോഡൊക്കെ വെച്ച് സിനിമയുമായിട്ടൊക്കെ കണക്ട് ചെയ്തൊക്കെയാണ് ബിജേഷ് സാർ ക്ലാസ് എടുക്കുക. ശരവൺ സാറും അതേപോലെ തന്നെ കിട്ടില്ലൻ ക്ലാസ്സുകളാണ്. അപ്പൊ ഈ ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് മാത്സിന്റെ ഭാഗത്ത് കിട്ടുക. ഇംഗ്ലീഷിന്റെ രാജാവ് ദാ നിപ്പുണ്ട്, പ്രജീഷ് സാർ നിപ്പുണ്ട്. സോ പ്രജീഷ് സാർ ഇംഗ്ലീഷിലെ കേരളത്തിലെ കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും മികച്ച ഫാക്കൽറ്റിയാണ്. സോ പ്രജീഷ് സാറാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷിന്റെ ഫുൾ ക്ലാസ്സസ് എടുക്കുന്നത്. പ്രജീഷ് സാറാണ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ മലയാളം, ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ ഈ വിഷയങ്ങളൊക്കെ എടുക്കുന്ന ആതിര മിസ് ആണ്. മലയാളം നമുക്കറിയാം 10 മാർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഭാഗമാണ്. നല്ല കിടിലൻ ക്ലാസ്സുകളാണ് ആതിര മിസ്സിന്റെ ക്ലാസ്. നിങ്ങൾക്ക് ഓൾറെഡി യൂട്യൂബിലൊക്കെ നിങ്ങൾ കാണുന്നതാണ്. അപ്പൊ മിസ്സാണ് നമ്മുടെ മലയാളം, ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ. അതേപോലെ ഞാൻ മുമ്പേ പറഞ്ഞു കാർത്തിക മിസ് കറണ്ട് അഫെയർ എടുക്കുന്ന മറ്റൊരു ഫാക്കൽറ്റിയാണ്. പിന്നെ ബയോളജിയിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ഷഫീഖ് സാറാണ് ഏറ്റവും മികച്ച രീതിയിൽ നമ്മുടെ ബയോളജി കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തു തരുന്ന ഷഫീഖ് സാർ ബയോളജിയിലുണ്ട്. അതേപോലെ
കെമിസ്ട്രി എടുക്കുന്നത് അനശ്വര മിസ്സാണ് കെമിസ്ട്രി എടുക്കുന്നത്. അത് കഴിഞ്ഞ് ഫിസിക്സ് എടുക്കുന്നത് അമലേ ജെ സാറാണ്. സെറ്റ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് ഫിസിക്സും കെമിസ്ട്രി ഒക്കെ വരാൻ പോകുന്നത്. ദെൻ ഹിസ്റ്ററി ക്ലാസ് എടുക്കുന്നത് അൽഹിജ സാറാണ് ഹിസ്റ്ററി ക്ലാസ് മൊത്തം കവർ ചെയ്യുന്നത്. അതേപോലെ തന്നെ മലയാളത്തിൽ നമ്മുടെ ഷിബു സാറും ഉണ്ട്, ആതിര മിസ്സും ഉണ്ട്, ഷിബു സാറ് മലയാളത്തിലുണ്ട്, അതേപോലെ അരൂപ് സാറ് നമ്മുടെ മാത്സിലും ഉണ്ട്. അപ്പൊ ഇവരൊക്കെ നമുക്കൊരു പ്രത്യേകത ഉള്ള സാർ, അതായത് പ്രത്യേകതയുള്ള മക്കളെ കേരളത്തിലെ ഏറ്റവും മികച്ച ഫാക്കൽറ്റി പാനൽസ് ആണ്. അതായത് ഇതിനേക്കാളും ഏറ്റവും നന്നായിട്ട് ക്ലാസ് എടുക്കാൻ പറ്റുന്ന ഒരു ടീം നിങ്ങൾക്ക് വേറെ ഒരു സ്ഥലത്തും കിട്ടത്തില്ല. അതായത് ഇത്രയും ആൾക്കാരുടെ എഫേർട്ട് നിങ്ങളുടെ ബാച്ചിനകത്തുണ്ട്. കൃത്യമായിട്ടുള്ള മെന്റർഷിപ്പ്, കൃത്യമായിട്ടുള്ള മോട്ടിവേഷൻ സെഷൻസ്, അങ്ങനെ എല്ലാമായിട്ടാണ് നമ്മൾ സൂപ്പർ നോട്ട്സ് ഓരോ ബാച്ചും നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ അതിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഇത്രയും റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇപ്പൊ RRB JEE റിസൾട്ട് നോക്കുകയാണെങ്കിൽ 55-ലധികം കുട്ടികൾ, അതായത് നേരിട്ട് ജോലിയിലേക്ക് 55. യെസ്, തീർച്ചയായിട്ടും കേരളത്തിലെ ഏറ്റവും വലിയ റിസൾട്ട് ആണത്. അതേ കണക്ക് തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നോക്കുകയാണെങ്കിൽ അവിടെ 130-ലധികം ആൾക്കാരാണ് റാങ്ക് ലിസ്റ്റിനകത്തുള്ളത്. സപ്ലിയും കൂടെ ചേർത്തിട്ടാണെങ്കിൽ ഏതാണ്ട് 180-ലധികം കുട്ടികളാണ് സൂപ്പർ നോട്ട്സിന്റെ പിള്ളേർ റാങ്ക് ലിസ്റ്റിനകത്തുള്ളത്. ദെൻ CPO നോക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ ഫോഴ്സ് ലെവൽ പരീക്ഷകൾ മൊത്തം നോക്കുകയാണെങ്കിൽ അവിടെ സൂപ്പർ നോട്ട്സ് ആണ് മൊത്തം ഒരു എന്താ പറയാ പീക്കായിട്ട് നിൽക്കുന്നത്. അതും ഇതൊന്നും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. സൂപ്പർ നോട്ട്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് 1 വർഷവും 5 മാസം മാത്രമേ ആയിട്ടുള്ളൂ. ഈ ചുരുങ്ങിയ സമയം കൊണ്ടാണ് നമ്മൾ ഇത്രയും റിസൾട്ട് നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഇങ്ങനെ വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും പേര്. അത് മാത്രമല്ല സാറേ, അതായത് നമുക്ക് ഒന്നെങ്കിൽ ഒരു സബ്ജക്റ്റിന് ഒരു ഫാക്കൽറ്റി ഉള്ളൂ, അല്ലെങ്കിൽ അതേ സബ്ജക്റ്റിന് തന്നെ ഒന്നിലധികം ആളുകൾ. ഒരാളെയും കൊണ്ട് തന്നെ പല സബ്ജക്റ്റുകൾ എടുപ്പിക്കുന്ന ഒരു പരിപാടി നമുക്കില്ല. അതായത് ജോഗ്രഫി എടുക്കുന്ന ആൾ തന്നെ പല സ്ഥാപനങ്ങളിലും ജോഗ്രഫിയും ഹിസ്റ്ററിയും മാത്സും മലയാളം ഒക്കെ ഒരാൾ തന്നെ എടുക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. അങ്ങനെയല്ല, ഓരോ സബ്ജക്റ്റിനും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒന്നോ അതിലധികമോ അധ്യാപകരെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ആ രീതിക്കായിരിക്കും നമ്മുടെ ക്ലാസ്സുകളൊക്കെ പോവുക. ഇനി നമ്മുടെ ബാച്ചിൽ എന്തൊക്കെയാണ് ഹൈലൈറ്റ്സ് ആയിട്ടുള്ളത്, എന്തൊക്കെയാണ്? അതായത് കൃത്യമായിട്ടുള്ള ടോപ്പിക് വൈസ് ക്ലാസ്സസ് നിങ്ങൾക്ക് കിട്ടും. അതേ കണക്കിന് ഒരു ഫാക്കൽറ്റി ക്ലാസ്സിനകത്ത് എന്തൊക്കെ പറയുന്നു ആ പോയിന്റ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള പ്രിന്റ് റെഡി ആയിട്ടുള്ള PDF നിങ്ങൾക്ക് കിട്ടും. അതേപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ്. അതായത് നിങ്ങൾ ഇപ്പൊ ഈ കാണിച്ച നമ്മുടെ യൂട്യൂബിൽ സ്ഥിരമായിട്ട് ക്ലാസ്സസ് എടുക്കുന്ന അതേ ഫാക്കൽറ്റീസ് തന്നെയാണ് ക്ലാസ്സസ് എടുക്കുന്നത്. അല്ലാതെ ആ ഫാക്കൽറ്റീസിനെ മുമ്പിൽ വെച്ചിട്ട് ബാക്കി പുറത്തുനിന്ന് വേറെ ഫാക്കൽറ്റീസിനെ ആഡ് ചെയ്യുന്നില്ല. ഈ ഫാക്കൽറ്റീസ് ആയിരിക്കും ഫുള്ള് ക്ലാസ്സസ് മൊത്തം ഹാൻഡിൽ ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറെ ക്ലാസ്സുകൾ മാത്രം പഠിച്ചു പോയാൽ ഒരിക്കലും അതിന്റെ വലിയ റിസൾട്ട് ഒന്നും കാണത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഏതാണ്ട് 60+ അവേഴ്സിന്റെ ലൈവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് നമ്മൾ ഈ ബാച്ചിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ A4 സൈസ് പ്രിന്റബിൾ നോട്ട്സ് ആണ്. ഡെയിലി വീക്ക്ലി എക്സാംസ് ഉണ്ടായിരിക്കും. അതായത് പരമാവധി ചോദ്യങ്ങൾ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. ഡെയിലി വീക്ക്ലി എക്സാംസ് ഉണ്ടായിരിക്കും. ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ അവർ കൊടുക്കും, എന്താണ് ഓരോ ദിവസവും ക്ലാസ്സുകൾ എന്നുള്ളതൊക്കെ. ദെൻ വീക്ക്ലി മോട്ടിവേഷൻ സെഷൻ, അതായത് തിങ്കളാഴ്ച എന്നൊരു ദിവസം ഉണ്ട് എങ്കിൽ വൈകുന്നേരം 6 മണി എന്നൊരു സമയമുണ്ടെങ്കിൽ നമ്മുടെ അമൽ സാറ് അല്ലെങ്കിൽ നമ്മുടെ ഫാക്കൽറ്റീസ് ഒക്കെ മാറിയിട്ട് എന്ത് ചെയ്യും, മോട്ടിവേഷൻ സെഷൻസ് തരും. അതായത് നിങ്ങൾ ഈ പഠനത്തിൽ നിന്നും മാറിപ്പോവാതിരിക്കാനായിട്ടുള്ള എല്ലാ മുൻകരുതലുകളും നമ്മളിവിടെ കൃത്യമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതുകൂടാതെ നമ്മുടെ വൈഷ്ണവ് സാർ എല്ലാ ആഴ്ചയിലും ഇവർക്ക് മെന്റർഷിപ്പ് സെഷൻ, എങ്ങനെ പഠിക്കണം, ഏത് രീതിയിൽ പഠിക്കണം, എന്തൊക്കെയാണ് സാറ് പഠനത്തിൽ ചെയ്ത പൊടിക്കൈകൾ, ഇതൊക്കെ പറഞ്ഞു തരുന്ന സെഷൻസും കൂടി ഉണ്ടായിരിക്കും. അത്രയാണ് നമ്മുടെ ബാച്ചിന്റെ പ്രത്യേകത വരുന്നത്. അപ്പൊ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഇനി താമസിക്കേണ്ട, എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തോളാം. ആദ്യം നമുക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. അപ്പൊ നിങ്ങളുടെ പകുതി എടുക്കാൻ ഒരു ടീം കൂടെ ഉണ്ട്. അപ്പൊ ജോയിൻ ചെയ്യാനായിട്ട് സൂപ്പർ നോട്ട്സിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് അവിടെ LDC ഗോൾഡ് ബാച്ച് ബൈ വൈഷ്ണവ് സാർ എന്നൊരു ബാച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ 8281223366 ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ. ഭംഗിയായിട്ട് പഠിച്ചോ. ഒരു ടീം നിങ്ങളുടെ കൂടെ ഉണ്ട്.